വാർഡ്രോബ് റീസെറ്റിംഗ് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. ഞാനിത് വെക്കേഷനിലാണ് അധികം ചെയ്യാറ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ പെട്ടെന്നല്ലേ വലുതായി പോകുന്നത്. 1-2 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ നല്ല ഡ്രസ്സൊക്കെ തന്നെ ഇടാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയല്ലേ ചെയ്യുക. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ പിന്നെ ചിലതൊക്കെ എൻ്റെ കസിൻസിൻ്റെ മക്കൾക്ക് കൊടുക്കും, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. തിരിച്ച് ഇങ്ങോട്ടും അതുപോലെ തന്നെ കിട്ടാറുണ്ട്. ഇതെൻ്റെ അമ്മയുടെ റൂമാണ്. ഇതിനകത്താണ് മക്കളുടെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത്, അലമാര വെച്ചിരിക്കുന്നത്. പിന്നെ അമ്പലത്തിൽ പോകുന്ന ഡ്രസ്സും അതുപോലെ തന്നെ സാരീസും ഒക്കെ ഇതിനകത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പഴയ വീടെടുത്തിട്ട് റെനോവേറ്റ് ചെയ്തതായതുകൊണ്ട് നമ്മുടെ സ്റ്റോറേജ് സ്പേസൊക്കെ കുറച്ച് കുറവാണ്, വാർഡ്രോബ് സ്പേസൊക്കെ കുറവാണ്. അങ്ങനെ ഭയങ്കര ആർഭാടമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കതിന് പറ്റിയൊരു സൊല്യൂഷനാണ് ഈ വാർഡ്രോബ് ഓർഗനൈസർ. ഞാൻ 2-3 കൊല്ലമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. റേറ്റ് കുറവാണ്, 300 രൂപയ്ക്കൊക്കെ ഒരു 6 പീസ് വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അലമാരയ്ക്കകത്തൊന്നും കുത്തിമറിഞ്ഞ് കിടക്കത്തൊന്നുമില്ല. പിന്നെ നമ്മൾ സാധാരണ ഹാങ് ചെയ്തിട്ട് എടുക്കുന്നതിൻ്റെ ഒരു എളുപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. പിന്നെ അവരെ കൊണ്ട് തന്നെ ഇതൊക്കെ എടുത്ത് വെപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൽ ഏത് ഡ്രസ്സാണ് എന്താണെന്നൊക്കെ അവർക്ക് തന്നെ അറിയാമല്ലോ. ഇത് എൻ്റെ ആൽബം ആണ് കേട്ടോ. എൻ്റെ ചേച്ചി സെറ്റ് ചെയ്ത് തന്നാണ്. ഞാൻ ചേച്ചി നമ്മൾ 10 വയസ്സിൻ്റെ വ്യത്യാസമാണ്, അതുകൊണ്ട് അമ്മയെ പോലെയാണ്. അപ്പോൾ എൻ്റെ ചെറുതിലെ മുതലുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ ഓർഡറിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്ന് ഫോട്ടോസൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ കാത്തു അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്ത് എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ കണ്ടത്. പിന്നെ ഞാൻ ഇതുപോലെ ആൽബം ഇതുപോലെ തന്നെയുള്ള ബാഗിനകത്താണ് ഇട്ട് വെക്കുന്നത്. അതിനകത്ത് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ആൽബം ഒക്കെ എടുത്ത് വെച്ചിട്ട് ബനിയൻ വേസ്റ്റൊക്കെ ഇട്ട് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് ഒന്നും വരാതെ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ചേച്ചിയുടെ കല്യാണം. അന്ന് ഞാൻ ചേച്ചിയുടെ കല്യാണത്തിൽ ഇട്ടിരുന്ന സ്കേർട്ടും ബ്ലൗസുമാണ് കേട്ടോ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാലേ കാത്തു വലുതായി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഇതുപോലെ റീക്രിയേറ്റ് ചെയ്യാനൊക്കെ എടുത്താലോ. പിന്നെ ഗ്ലാസ്സൊക്കെ മിറർ ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പർ കൊണ്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ കുറച്ച് വിനാഗിരിയും ഡിഷ് വാഷും പിന്നെ നല്ലോണം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് ചെയ്യുക. പിന്നെ വിനാഗിരി എടുക്കുമ്പോൾ സൂക്ഷിക്കണം, വളരെ കുറച്ച് എടുക്കാൻ പാടുള്ളൂ. ആസിഡ് കണ്ടൻറ്റ് ആണല്ലോ, അതൊന്നും പ്രശ്നമൊന്നും വരാൻ പാടില്ല. പിന്നെ എല്ലാം പറക്കി വെച്ചതിന് ശേഷം നല്ലോണം വാക്യൂം ചെയ്ത് പൊടിയൊക്കെ നല്ല തൂത്ത് തുടച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു മനസ്സമാധാനമാണല്ലോ. ഈ വാക്യൂം ക്ലീനർ ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ റൂമൊക്കെ നമ്മളൊരു 10-15 പ്രാവശ്യം വന്ന് തുറന്നു നോക്കുമല്ലേ. അലമാരയൊക്കെ എത്ര നാൾ ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.